നമസ്കാരം. ഗുജറാത്തിൻ്റെ മന്ത്രിസഭാ പുനഃസംഘടന പൂർത്തിയായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് ഗുജറാത്ത് മന്ത്രിസഭയിലെ മന്ത്രിമാർ ഒന്നാകെ, അതായത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ഒഴികെ മറ്റെല്ലാ മന്ത്രിമാരും രാജിവെച്ചിരുന്നു. സംസ്ഥാനത്തൊരു വലിയ മന്ത്രിസഭാ പുനഃസംഘടന, വലിയൊരു അഴിച്ചുപണി മന്ത്രിസഭയിൽ നടക്കുന്നു എന്നാണ് BJP ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകിയത്. കേന്ദ്ര ആരോഗ്യമന്ത്രിയും അതോടൊപ്പം തന്നെ BJPയുടെ ദേശീയ അധ്യക്ഷനുമായ JP നദ്ദ ഇന്നലെ ഗുജറാത്തിലേക്ക് എത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് ഗുജറാത്ത് MLA-മാരുടെ ഒരു യോഗം നടന്നിരുന്നു. ഒരു അത്താഴ വിരുന്നും യോഗവുമൊക്കെ നടന്നിരുന്നു. ആ യോഗത്തിലാണ് ഇനി പുതിയ മന്ത്രിമാരെക്കുറിച്ചുള്ള ധാരണ അന്ന് തന്നെ രാത്രി ഈ മന്ത്രിമാരുടെ ലിസ്റ്റ് ഗവർണർക്ക് നൽകുന്നു. ഇന്ന് രാവിലെ 11:30 സത്യപ്രതിജ്ഞ ഫിക്സ് ചെയ്യുന്നു. ഗാന്ധിനഗറിലെ മഹാത്മാ മന്ദിറിലാണ് സത്യപ്രതിജ്ഞ നടന്നത്. അങ്ങനെ ഗുജറാത്തിൻ്റെ മന്ത്രിസഭയിലുണ്ടായിരുന്ന ഒരു വലിയ പുനഃസംഘടന അത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ, മണിക്കൂറുകൾ കൊണ്ട് തന്നെ പൂർത്തിയാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാരെ പരിശോധിക്കുമ്പോൾ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ രാജിവെച്ചിരുന്നില്ല. 25 പുതിയ മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്ന് അധികാരമേറ്റത്. ഇതിൽ 5 പേർ റീ അപ്പോയിൻമെൻ്റ് ആയിരുന്നു. ഈ 5 പേരും കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നവരായിരുന്നു. മറ്റ് 20 പേരും പുതുമുഖങ്ങളാണ് എന്നുള്ളതാണ്. ഗുജറാത്തിലെ മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങളാണ് ഉള്ളത്. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്നത് ഗുജറാത്തിൻ്റെ മന്ത്രിസഭയ്ക്ക്, അല്ലെങ്കിൽ ഗുജറാത്തിന് ഇനി 26 അംഗ മന്ത്രിസഭയുണ്ടാകും എന്നുള്ളതാണ്. നേരത്തെ 17 അംഗ മന്ത്രിസഭയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെ 17 പേരാണ് നേരത്തെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ മന്ത്രിമാരുടെ എണ്ണം 26ആയി, മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരുടെ എണ്ണം 26ആയി വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഭരണഘടനയുടെ 164 വകുപ്പ് അനുസരിച്ച് മൊത്തം നിയമസഭാ അംഗങ്ങളുടെ 15% മാത്രമേ മന്ത്രിമാർ പാടുള്ളൂ. 12 മന്ത്രിമാർ കുറഞ്ഞതുണ്ടായിരിക്കുകയും വേണം എന്നാണ് നിയമം. അതുകൊണ്ട് തന്നെ ഈ 182 അംഗ നിയമസഭയിൽ 27 മന്ത്രിമാർ വരെയാകാം. അതുകൊണ്ട് ഇനിയുള്ള കാലം BJP അതിൻ്റെ ഒരു ഫുൾ യൂട്ടിലൈസേഷൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ 26ലേക്ക് മന്ത്രിമാരുടെ എണ്ണം ഉയരുന്നുണ്ട്. നമുക്കറിയാം, ഈ മന്ത്രിസഭ പുനഃസംഘടന നടത്തുന്ന സമയം 2022 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഗുജറാത്തിൽ നടന്നത്. അതുകൊണ്ട് തന്നെ 3 വർഷം പൂർത്തിയാകാൻ പോകുന്ന സമയത്താണ് ഇപ്പോൾ മന്ത്രിസഭാ പുനഃസംഘടന നടന്നിരിക്കുന്നത്. 2 വർഷം, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 വർഷം കൂടി ബാക്കിയുണ്ട് എന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ മന്ത്രിസഭാ പുനഃസംഘടന നടന്നിരിക്കുന്നത്. അതായത് 2027 അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഗുജറാത്തിൻ്റെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള, വളരെ പ്രധാനപ്പെട്ട, വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു യുവ BJP നേതാവ്, അദ്ദേഹം ഗുജറാത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നുള്ളതാണ്. ഹർഷ് സാങ്വിയാണ് ഗുജറാത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. അദ്ദേഹം ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആയിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു നേതാവ് കൂടിയാണ്. മൂന്നാമത്തെ കാര്യം എന്നത് വളരെ ലളിതമായിട്ടാണ് ഗുജറാത്തിൽ ഒരു വലിയ മാറ്റം BJP കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ്. സമീപകാലത്തെങ്ങും ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ ഒരു സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഒരു മന്ത്രിസഭയുടെ അഴിച്ചുപണി ഇത്രയും സമാധാനപരമായിട്ടും ഒരു വിവാദവും ഉണ്ടാകാതെ ഇത്ര വേഗത്തിൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായും ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർന്നു വന്നിട്ടുണ്ടാകാം. ഇനി എന്താകാം ഇങ്ങനെ ഒരു മന്ത്രിസഭാ പുനഃസംഘടനയുടെ കാരണം എന്ന് പരിശോധിച്ചാൽ തീർച്ചയായും 2027 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. BJP എന്ന പാർട്ടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം വിജയിക്കുന്നതിൻ്റെ അടിസ്ഥാനം ഇത് തന്നെയാണ്. അവർ ഒരുക്കങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അടുത്തല്ല ചെയ്യുന്നത്. അതിനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവർ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും സിറ്റിംഗ് സംസ്ഥാനങ്ങളിൽ, പല സംസ്ഥാനങ്ങളിലും, കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ BJPക്ക് ഭരണം നഷ്ടപ്പെട്ട ഒരു ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്ന് ആവരുത്. കാരണം വർഷങ്ങളായി BJP അവിടെ ഭരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി അവിടെ BJP ആണ് ഗുജറാത്തിൽ ഭരണം കൈയാളുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാനുള്ള സാധ്യത 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി വരുന്നുണ്ട്. മാത്രമല്ല, കോൺഗ്രസും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയും എല്ലാം അവിടെ ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോയി എങ്കിലും കോൺഗ്രസ് ഗുജറാത്ത് പിടിക്കും എന്ന രീതിയിലുള്ള ചില നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം മുതലാക്കാനാണ് കോൺഗ്രസിൻ്റെ ശ്രമം. അതുകൊണ്ട് തന്നെ 2027 ഉണ്ടാകാൻ പോകുന്ന ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ തീർച്ചയായും ചില മാറ്റങ്ങൾ അനിവാര്യമാണ്.
അതിന് ഈ 17-അംഗ മന്ത്രിസഭയെ 27-അംഗ മന്ത്രിസഭയാക്കി ഉയർത്തി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സംസ്ഥാന ബി ജെ പിക്ക് ഒരു പുതിയ അധ്യക്ഷനുണ്ടായത്. ആ പുതിയ അധ്യക്ഷനും BJP മന്ത്രിസഭയിൽ നിന്നുള്ളയാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഉൾപ്പെടെ മാറ്റിക്കൊണ്ട് അവിടെ ഒരു പുതിയ മന്ത്രിസഭ നിലവിൽ വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഭരണതലപ്പത്ത് ഒരു തലമുറ മാറ്റം ഉണ്ടാകേണ്ടത് ആവശ്യമുണ്ട്. യുവരക്തം അവിടേക്ക് വരേണ്ടതുണ്ട്. അതാണ് ഈ ഹർഷ് സാങ്വിയെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിയിരിക്കുന്നത്. തീർച്ചയായും വലിയൊരു ശതമാനം വരെ ഇക്കാര്യം ഉറപ്പാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് BJP ഒരുപക്ഷെ ഉയർത്തി കാണിക്കാൻ പോകുന്നത് ഹർഷ് പട്ടേൽ എന്ന വലിയ യുവ നേതാവിനെ തന്നെയായിരിക്കും. ഹർഷ് പട്ടേലിൻ്റെ ഒരു പരിചയം, അതോടൊപ്പം തന്നെ ഹർഷ് പട്ടേലിൻ്റെ ഒരു ജനസ്വീകാര്യത, ഇതൊക്കെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഇനി ആരാണ് ഹർഷ് പട്ടേൽ എന്ന് ചോദിച്ചാൽ അദ്ദേഹം മജുര നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്. ഇദ്ദേഹം വളരെ നേരത്തെ തന്നെ പാർട്ടിയിലെത്തിയ ഒരു നേതാവ് കൂടിയാണ്. 15-ാം വയസ്സിൽ അദ്ദേഹം പാർട്ടിയിലെത്തി എന്നാണ് പറയുന്നത്. വിദ്യാർത്ഥി സംഘടനയുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം നേതാവാകുന്നുണ്ട്. പിന്നീട് യുവമോർച്ചയിലേക്ക് വരുന്നുണ്ട്. 27-ാം വയസ്സിൽ, അതായത് 2012-ൽ നടന്ന ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം ആദ്യമായി ഈ മജുര നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പ്രായം വെറും 27 വയസ്സ് മാത്രമായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ MLA ആയി മാറിയത് ഇദ്ദേഹമായിരുന്നു. പിന്നീട് 2017-ലും അതോടൊപ്പം തന്നെ 2022-ലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇദ്ദേഹം അവിടെ നിന്ന് വിജയിക്കുന്നു, സീറ്റ് നിലനിർത്തുന്നു. 36-ാം വയസ്സിൽ അദ്ദേഹം സഹമന്ത്രിയായി മാറിയ ഒരു ചെറുപ്പക്കാരനാണ്. ഇങ്ങനെ 40 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു നേതാവിനെയാണ്, ഒരു ജനകീയ നേതാവിനെയാണ് അവിടെ നിന്നും BJP ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ 2 വർഷത്തിന് ശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഇദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാനാണ് BJPയുടെ പ്ലാൻ എന്ന് വ്യക്തമാണ്. അതായത് കഴിഞ്ഞ കുറേ കാലമായി BJP അവിടെ ഭരിക്കുന്നുണ്ട്. അവിടുത്തെ നേതാക്കന്മാർ നിരവധി വർഷങ്ങളായി തന്നെ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരുണ്ട്. അതുകൊണ്ട് ഇതേപോലെ 2027 തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ തീർച്ചയായും ഭരണവിരുദ്ധ വികാരം മുതലെടുക്കാൻ കോൺഗ്രസ് ശ്രമിച്ചേക്കുമെന്നുള്ള ഒരു ഉൾക്കാഴ്ച, ദീർഘവീക്ഷണം അതൊക്കെ പാർട്ടിയിലുണ്ട്. അതാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തെ ഇങ്ങനെ ചിന്തിക്കാൻ ഇടവരുത്തുന്നത്. 2027-ൽ ഹർഷ് സാങ്വി എന്ന യുവ നേതാവ് ആയിരിക്കും BJPയെ നയിക്കുന്നത് എങ്കിൽ തീർച്ചയായും കോൺഗ്രസ്സിന് അവിടെ ഇനി ഒന്നും ചെയ്യാനില്ല. കോൺഗ്രസ്സിന് വീണ്ടും പ്രതിപക്ഷ സ്ഥാനത്തേക്ക് തുടരുക എന്ന ധർമ്മം മാത്രമേ ബാക്കിയുണ്ടാവുകയുള്ളൂ. ഗുജറാത്ത് പ്രത്യേകിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ്. 3-ാം തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ഭരണം കൈയാളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2027 തെരഞ്ഞെടുപ്പിന് ശേഷം 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ആ സമയത്ത് ഗുജറാത്ത് സംസ്ഥാനം നഷ്ടപ്പെട്ടാൽ അത് BJPക്ക് വലിയ ക്ഷീണം ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ഈറ്റില്ലമാണ്, സ്വന്തം സംസ്ഥാനമാണ് ഗുജറാത്ത്. അവിടെ ഭരണം നഷ്ടപ്പെടുക എന്നത് തീർച്ചയായും ദേശീയ രാഷ്ട്രീയത്തിൽ പോലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. കോൺഗ്രസ് വർഷങ്ങളായി ശ്രമിക്കുന്നതും അവരുടെ ഭരണം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ BJP അതിനൊരുക്കമല്ല. 2027 തെരഞ്ഞെടുപ്പിലും അങ്ങനെ വിട്ടുകൊടുക്കാൻ BJP തയ്യാറല്ല എന്ന് ഇന്ന് തന്നെ പറഞ്ഞു വയ്ക്കുകയാണ്. അതാണ് ഈ മന്ത്രിസഭാ വികസനം നൽകുന്ന സൂചനയും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.